Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. Good morning and good evening. How are you everybody? I trust you're all keeping well. അഭിഷേകത്തിന്റെ അഗ്നിപീഠം. The altar of the anointing. നമ്മുടെ ജീവിതത്തിൽ in our lives അഭിഷേകത്തിന്റെ ഒരു അഗ്നിപീഠം ഉണ്ടായിരിക്കണം. We need the altar of anointing, the fiery altar of the anointing. 1 രാജാക്കന്മാർ 18:36 മുതൽ 38 വരെ പഠിക്കുമ്പോൾ when we study 1 Kings chapter 18 verse 36 to 38, അവിടെ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഒരു യാഗപീഠമാണ്. as I reminded you the other day, there's an altar over here. അഭിഷേകം വിലയ്ക്ക് വാങ്ങുന്നതല്ല. Anointing cannot be purchased. പ്രാർത്ഥനയുടെ യാഗപീഠത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് അഭിഷേകം. Anointing comes as a result of prayer on the altar. കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് ദീർഘനേരം പ്രസംഗിച്ചില്ല. Elijah did not preach a lot on Mount Carmel. പകരം അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. Instead, with great zeal he prayed. ഇന്ന് അനേകർക്ക് മണിക്കൂറുകൾ പ്രസംഗിക്കും. Today many people are able to preach for long hours. എന്നാൽ പ്രാർത്ഥിക്കാൻ പലർക്കും മണിക്കൂറുകൾ പറ്റുന്നില്ല. But they are unable to pray in the same way for a long time. യാഗപീഠത്തിൽ നിന്ന് തീ ഇറങ്ങണമെങ്കിൽ But if fire has to fall on the altar, ഏലിയാവ് അവിടെ പ്രസംഗിക്കുകയല്ല. Elijah is not preaching there. അവൻ ചെയ്തത് പ്രാർത്ഥിക്കുകയാണ്. What he did is he prayed. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേൽ അഗ്നി ഇറങ്ങും. Upon the person who prays, fire will fall. ദൈവം ഐസ് ക്യൂബുകളെ അല്ല അഭിഷേകം ചെയ്യുന്നത്. God does not anoint ice cubes. ദൈവസന്നിധിയിൽ ഉരുകിത്തീരുന്ന വ്യക്തികളെയാണ് അഭിഷേകം ചെയ്യുന്നത്. God anoints those who are being broken in his presence. ആമേൻ. പ്രാർത്ഥനയുടെ അതിരുകളില്ലാത്ത വിടുതലുകൾ. The limitless deliverances that come through prayer. നാം പ്രാർത്ഥിക്കുമ്പോൾ When we pray, ഒരു ലിമിറ്റേഷനുമില്ല. there is no limitation in that. അതിരുകളെ ഭേദിച്ചു പോകുന്ന പ്രാർത്ഥന. We have prayers that will break boundaries. ദൈവത്തിന്റെ അത്ഭുത ശക്തി God's miraculous power, രോഗികളുടെയും healing, തകർക്കപ്പെട്ടവരുടെ മേൽ ഒഴുകിയെത്തുന്നു. it flows upon the sick and those who need deliverance. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ Today as you hear the word, ദൈവശക്തി, God's power, വചനത്തിന്റെ ശക്തി, power of the word, ആമേൻ, രോഗികളുടെ മേൽ, upon those who are sick, നിരാശപ്പെട്ടവരുടെ മേൽ, those who are discouraged, തകർന്നവരുടെ മേൽ, upon those who are broken, വഴി അറിഞ്ഞവരുടെ മേൽ, upon those whose doors ആ are closed. ശക്തി ഒഴുകിച്ചെല്ലും. That power is flowing right അതൊരു now. വലിയ മാറ്റം That കൊണ്ടുവരും. will bring about a great change. ലൂക്കോസ് 10:2 പഠിക്കുമ്പോൾ When we study Luke chapter 10 and verse 2, അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനോട് so for the Lord of the harvest, തന്റെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിപ്പീൻ. pray to the Lord of the harvest to send workers into his field. ഒരു കൊയ്ത്തിന് വേണ്ടിയുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. We must pray for the harvest field, വേലക്കാർ എഴുന്നേൽക്കുവാൻ, that workers may arise, രാജ്യമെമ്പാടും സുവിശേഷം എത്തിക്കുവാൻ. that the gospel of the kingdom may be ഓ, preached. നമ്മുടെ കർത്താവിന് ചിലരെ ആവശ്യമുണ്ട്. Oh, our Lord needs people for that. ഇന്ന് നിങ്ങൾ തയ്യാറാണോ? Are you ready for that today? ദൈവ വേലയ്ക്ക് ഒരു കൊയ്ത്തിന് പോകാൻ നിങ്ങൾ തയ്യാറാണോ? Are you ready for a work of the harvest field? ആ കൊയ്ത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ If you are ready for that harvest, നിങ്ങളുടെ പക്കൽ you're upon you ഒരു ആയുധം, a weapon ദൈവം ഏൽപ്പിക്കാൻ പോകും. God will entrust you. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ As you listen to this message ഒരു itself, പുതിയ ആയുധം a new weapon, നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറുന്നു. God is handing it over to ഓ, you. ദൈവം അത് തരാൻ പോകും. Oh, God is going to give it to you. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I'm going to pray for you. The harvest of souls. The harvest of souls. ആത്മാക്കളുടെ വിളവെടുപ്പ്. The harvest of souls. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും In every area of our lives, അവൻ ആത്മാക്കൾ എന്നുള്ള ചിന്തയായിരിക്കണം. we must have a concern for souls. ഒരു ശില്പി പാറയെ നോക്കുമ്പോൾ When a sculptor looks at a rock, അത് വെറും ഒരു പാറയല്ല, he doesn't just see it as a rock. അതിനുള്ളിലെ മനോഹരമായ ശില്പത്തെയാണ് He sees a beautiful inscription in ഓ that. ദൈവം കാണുന്നത്. Oh, God sees that. ഹല്ലേലൂയ. Hallelujah. ഈ ദൈവം എന്റെ ദൈവം. This God is my God. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകും. I'm going to pray for you. നസറേയനായ യേശുവേ, Jesus of Nazareth, ഇപ്പോൾ right now, ഈ ജനത്തെ upon this people, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി for your work, ശക്തിയോടെ ഒരുക്കണമേ. empower them and prepare them. വേലയ്ക്ക് വേണ്ടി For your work, നിർത്തണമേ let them stand. എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We pray like that. ഈ മെസ്സേജിനുള്ളിൽ Through this message, പവർഫുൾ മിനിസ്റ്റേഴ്സ്, let powerful ministers, പാസ്റ്റേഴ്സ്, pastors, അപ്പോസ്റ്റൽസ്, apostles, prophets, prophets, prophetess prophetesses, എഴുന്നേൽക്കട്ടെ. arise. അങ്ങയുടെ കരം നീട്ടണമേ. Stretch forth your hand. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen.
ഗോഡ് ബ്ലസ് യു. God bless you. ലവ് യു. Love you. ജൂലൈ 24, 25, 26 മീറ്റിംഗ് മറക്കരുത്. Do not forget the meetings of July 24, 25, 26. നമ്മുടെ മീറ്റിംഗ്. These are our meetings. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. You must pray for them. നിങ്ങൾ വരണം. You must come. നിങ്ങൾ ഒരാളിനെ സെൻഡ് ചെയ്യണം. Send one person. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത് When I told you to send ഒരു വ്യക്തി one person, കർത്താവിന്റെ ശക്തമായ സുവിശേഷ വേലക്കാരനായാൽ if he becomes a powerful worker for the Lord, അപ്പുറത്ത് മറ്റൊന്നുമില്ല. there's nothing greater than that. God bless you. God bless you. Love you. Love you.